പാരമ്പര്യത്തിൽ നിന്ന് നമുക്ക് ഇന്നിന്റെ ഒരു ആവശ്യമായിട്ട് എനിക്ക് തോന്നിയത് നമുക്ക് കുറച്ചും കൂടി ഒരു റിലീജിയസ് ഹാർമണി അത് ആവശ്യമാണെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം മതങ്ങൾക്ക് അതീതമായിട്ട് മനുഷ്യർക്ക് നിൽക്കാൻ പറ്റണം. അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികൾക്കായാലും മതങ്ങൾക്ക് അതീതമായിട്ട് നിൽക്കാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ശബരിമലയ്ക്ക് പോവുകയാണെങ്കിൽ എരുമേലിയിൽ വാവരുപള്ളിയുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഈ റിലീജിയസ് ഹാർമണി എന്ന് പറയുന്നത്, ഇപ്പോൾ എൻ്റെ അച്ഛൻ്റെ നാട് കോട്ടയമാണ്. അവിടെ ഈ ചന്ദനക്കുടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും ഒരു ഹാർമോണിയസ് ആയിട്ട് നടത്തുന്ന ഒരു ഫെസ്റ്റിവലാണ്. അങ്ങനെ റിലീജിയസ് ഹാർമണി അത് ഉറപ്പാക്കുന്നതിൽ എനിക്ക് തോന്നുന്നു കൊടപ്പനക്കൽ തറവാടിന്, പ്രത്യേകിച്ചും പാണക്കാട് കുടുംബത്തിന് തങ്ങൾക്ക് ഒരു നല്ല പങ്ക് വഹിക്കാനുള്ള, ഒരു പ്രോഗ്രസീവായ പങ്ക് വഹിക്കാനുള്ള സമയമാണിത്. അതെ, അത് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കേരളത്തിന്റെ പ്രത്യേകത എന്നുള്ളത് തന്നെ അതാണല്ലോ. നിങ്ങളെ പ്രത്യേകമായിട്ട് ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളെ പല ആങ്കറിങ്ങിലും റിലീജിയസ് ഹാർമണിക്ക് വേണ്ടി നിങ്ങൾ വാദിക്കുന്നതും പറയുന്നതൊക്കെ അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാഴ്ചപ്പാടാണ്. അതെ അതെ, വളരെ അപ്രീഷ്യബിൾ ആണ്. ഏതായാലും അതൊക്കെ ഞാൻ പറഞ്ഞു, നമ്മൾ തുടർന്ന് പോരുന്ന ഒരു പാരമ്പര്യമാണ്. കേരളം നിലനിൽക്കണമെങ്കിൽ അത് വേണം. ഇവിടെ ഇപ്പോൾ എൻ്റെ പിതാവിൻ്റെ കാലത്താണ് മലപ്പുറത്ത് ക്രിസ്ത്യൻ ചർച്ച് വരുന്നത്. അപ്പോൾ അന്ന് ചർച്ച് വേണമെന്ന് അച്ഛന്മാരൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമാണ്. മലപ്പുറം നഗര ഹൃദയത്തിൽ ഇപ്പോൾ ഒരു പൊതുവെ ഇവിടെ ക്രിസ്ത്യൻ പള്ളി. അപ്പോൾ ബാപ്പൻ്റെ അടുത്ത് അവർ വന്നു. ബാപ്പ അവിടെ മുനിസിപ്പൽ ഓഫീസിൽ തന്നെ പോയി അല്ലേ, മുനിസിപ്പൽ പിന്നെ കൗൺസിലിൽ പോയി പറഞ്ഞു അവർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം, ഒരു എതിർപ്പുണ്ടാകാൻ പാടില്ല എന്ന രീതിയിൽ കർശനമായ നിർദ്ദേശം അവിടെ നല്ല ഹൃദയഭാഗത്ത് തലയുയർത്തി നിൽക്കുന്ന ചർച്ചാണ് മലപ്പുറത്ത് ആദ്യം കാണാം. ഇപ്പോഴാണ് മറ്റേ പള്ളി വന്നിട്ടുള്ളത്. പക്ഷെ നമ്മുടെ വെള്ളാപ്പള്ളി ഇതങ്ങോട്ട് മനസ്സിലാവുന്നില്ലല്ലോ, ശ്വാസം മുട്ടുന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അല്ല, അത് ഈ നാടിന്റെ പാരമ്പര്യത്തിന് ചോദിച്ചല്ല. ഇപ്പൊ നിങ്ങൾ ചന്ദനക്കുടത്തിനെ പറ്റി പറഞ്ഞു. അത് അവിടെ ഹൈന്ദവ പിന്നെ ആഘോഷങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മുസ്ലിങ്ങളെ ചേർത്ത് പിടിക്കാൻ നടത്തിയിരുന്ന ഒരു സംഭവമാണ് ചന്ദനക്കുടം. അവർക്കൂടി അവസരം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അയ്യപ്പനും ബാവരും. നമ്മുടെ പാരമ്പര്യം അതാണ്. ഇവിടെ മലബാറിലേക്ക് വന്നു കഴിഞ്ഞാൽ അതേ ഉള്ളൂ. ഞങ്ങളൊക്കെ ഇപ്പോഴും അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഞങ്ങൾ ഈ പാണക്കാടിൻ്റെ കീഴിൽ നിന്ന് പോകുന്നത് അതേ കൾച്ചറാണ്. പക്ഷെ അവർക്കിപ്പോൾ പുതിയ തലമുറയിൽ ചിലർക്ക് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ദുർവ്യാഖ്യാനം ചെയ്യാണ്. അവർക്ക് അറിയില്ല. ഞാനത് പറയായിരുന്നു. അതായത് ആ ദുർവ്യാഖ്യാനങ്ങളിലേക്ക് നമ്മൾ പോകാതെ ഒരു പോസിറ്റീവ് പൊളിറ്റിക്സിലേക്ക് പോയാൽ, ഇപ്പോൾ മുസ്ലിം ലീഗ് എന്നുള്ള ആ പാർട്ടിയുടെ പേരിലെ മുസ്ലിം എന്നുള്ളത് എടുത്ത് കാണിച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ജയന്തിയുടെ കാര്യം പർട്ടിക്കുലറായിട്ട് ചോദിച്ചത്. എനിക്ക് വരാൻ വേണ്ടിയൊന്നുമല്ല കേട്ടോ, ഞാൻ നേരത്തെ ചോദിച്ചായിരുന്നു സ്ഥാനാർത്ഥിയാക്കും. അപ്പോൾ അങ്ങനെ ഒരു യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗ് ആകുമ്പോൾ മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു പാർട്ടി, അങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് അങ്ങനെ ഒരു വർഗീയ ടാഗ് ചാർത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ, ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് പോലെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട്, അങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ മാറേണ്ട സമയമായില്ലേ? കാരണം പ്രത്യേകിച്ചും ഇപ്പോഴത്തെ തങ്ങളൊക്കെ വളരെ പ്രോഗ്രസീവായി നിലപാടെടുക്കുന്ന ആളാണ്. ഞങ്ങൾ ഈ ഭരണഘടനാപരമായിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും ഉപയോഗിച്ചുകൊണ്ടാണ് അങ്ങനെ പേര് പോലും വെക്കുന്നത്. കോടതിയിൽ പലതവണ പിന്നെ മുസ്ലിം ലീഗിൻ്റെ മുസ്ലിം പേര് മാറ്റണം എന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു മൈനോറിറ്റിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സംഘടിക്കാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തെ വളരെ സെക്കുലറായിട്ട്, വളരെ ഇൻക്ലൂസീവായിട്ട് അതിനെ കൊണ്ടുപോകുക എന്നുള്ളത്. അങ്ങനെ തന്നെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്രത്തോളം മതേതരമായി നിൽക്കാൻ കഴിയുമെന്ന് എല്ലാവരും ബോധ്യപ്പെടുത്തേണ്ടത്. പ്രസംഗങ്ങളൊക്കെ പലപ്പോഴും വിവാദമാക്കുകയും അല്ലേ, ചർച്ചയാക്കുകയും മതമാണ് അതല്ലേ പ്രസംഗത്തിലെ വരി എന്തായിരുന്നു പറഞ്ഞു? ഞാൻ മറന്നുപോയി. അല്ല, മതമല്ല പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മതമാണ്. ഇന്ത്യ പോലത്തെ ഒരു സെക്കുലർ സ്റ്റേറ്റ്, 4599 മതങ്ങളുണ്ട് ഇവിടെ. അപ്പം മതം തന്നെ ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ടാണ് ശബരിമലയിൽ ഇപ്പോൾ കഴിഞ്ഞ നിലപാട് പ്രാവശ്യം തിരുത്തിയത്. മതം ഒരു വിഷയമായതുകൊണ്ടാണ്. ഇന്ത്യയിൽ മതമല്ലാതെ വിശപ്പ് മാത്രമല്ല വിഷയം. നിങ്ങൾ സ്ത്രീ പ്രവേശനത്തെ അല്ലെങ്കിൽ യുവതി പ്രവേശനത്തെ അനുകൂലിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അതിനനുകൂലിക്കില്ല. കാരണം എന്താ വെച്ചാൽ അവരുടെ വിശ്വാസികളുടെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ. അതിന് സമാനമായ പല കാര്യം ഞങ്ങൾ സർക്കാരോ രാഷ്ട്രീയമോ ഇടപെടേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും വിശ്വാസത്തിൽ എന്ന് പറയുന്നത് വിശ്വാസവും യുക്തിയും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഇപ്പം ഈ പിന്നെ എന്തുകൊണ്ടാണ് ശബരിമലയിൽ പെണ്ണുങ്ങൾ പോകരുതെന്ന് ഹിന്ദുമതം പറയണത്? അതിന് സമാനമായ പലതും ഇസ്ലാമിലുണ്ട്. മതത്തിൽ പറയുന്നില്ല, ആചാരങ്ങളിൽ. അയ്യപ്പൻ എന്ന് പറയുന്നത് യോഗനിദ്രയിൽ ഇരിക്കുന്ന അയ്യപ്പനാണ്. ആ ഒരു പ്രതിഷ്ഠയുടെ സ്വഭാവം വെച്ചാണ്. അതായത് മതമാണെന്ന് പറഞ്ഞത് കോൺഗ്രസ്, ഷാജി മതമാണെന്ന് പറഞ്ഞത് കോൺഗ്രസ് അല്ല. അത് നിയമസഭയിൽ ഞാൻ പറഞ്ഞപ്പോൾ പിന്നെ അവരൊന്നും പറഞ്ഞില്ല, അവർ സൈലന്റായി. അതായിട്ടുണ്ടെങ്കിൽ മനുഷ്യന് മതമാണോ നിരീശ്വരവാദമാണോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മതമാണ് എന്നാണ്. ഞങ്ങളൊക്കെ മതവിശ്വാസികളല്ല, അതാ പറഞ്ഞത്, ഈശ്വര വിശ്വാസികളാണ്. അത് മുസ്ലിം മതവിശ്വാസമോ പിന്നെ ഹൈന്ദവ വിശ്വാസമോ എന്താ, അതൊക്കെ വ്യത്യസ്തം. മതം ഒരു പ്രശ്നമല്ല എന്ന് പറഞ്ഞാൽ നിരീശ്വരവാദമാണ്. നിരീശ്വരവാദം വേണ്ട, അതായത് മതമില്ലാത്ത ജീവൻ എന്ന് നിങ്ങൾ പറയില്ല. ഒരു മറുപടി ഉണ്ട്. എന്നാ പിന്നെ മതമല്ല പ്രശ്നം, എന്നാ പിന്നെ എല്ലാവർക്കും കപ്പ വാങ്ങി കൊടുക്കാം, എന്നാ പ്രശ്നം തീർന്നല്ലോ. പള്ളി പൊളിച്ചത് മതത്തിന്റെ പേരിലാണ്.
ആളുകൾ ഇഹ്സാൻ ജഫ്രിയെ കൊല്ലുന്നത് മതത്തിൻ്റെ പേരിലാണ്. മതം ഒരു പ്രശ്നമാണ്. അതെ, പലയിടങ്ങളിലും ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ആൾക്കൂട്ട കൊലപാതകങ്ങൾക്കൊക്കെ എതിരെയുള്ള നിലപാടെടുക്കണം എന്നുള്ളത് കൂടി ഒരു കാലഘട്ടത്തിൽ ആവശ്യമാണ്. സമൂഹത്തിന് മതം എന്നും പിന്നെ മതവിശ്വാസം എന്നും പ്രധാനമാണ് എന്നാണ് ഷാജി പറഞ്ഞതിന്റെ അർത്ഥം. ഇന്ന് ആണ്ടുകൂടെ പറഞ്ഞാണ്ട് വിവാദമാക്കണം. ശരിക്കും ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കുഞ്ഞാടാണ്. തെരഞ്ഞെടുപ്പ് വരുവാണ്, കാരണം പ്രത്യേകിച്ച് ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കും. ഇന്ത്യൻ ഭരണകൂടം തന്നെ മതത്തിന്റെ പേരിലാണല്ലോ, അവർ മതത്തെയാണ് ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു മതമല്ല, പല മതങ്ങളാണ്, അതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞാൽ പിന്തിരിപ്പനാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നതൊക്കെയുള്ള ഒരു മറുപടി കൂടിയാണ് ഇതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, അല്ലേ? അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ പിന്നെ അവർ സൈലന്റ് ആയി. ഇതിനെ പറ്റി ഒന്നും പറഞ്ഞില്ല, അവർക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് പറഞ്ഞാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി, പിന്നെ വിടാൻ പറ്റൂലല്ലോ. അല്ല, പക്ഷേ നമ്മളിങ്ങനെ നേർക്കുനേർന്നത് സംസാരിക്കും എന്നുള്ളത് കേരളത്തിൽ ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഉണ്ടാവില്ല.